ദാ ഈ കേൾക്കുന്ന ഹോണ് ഏത് ട്രെയിനിന്റെ ആണെന്ന് മനസ്സിലായോ? ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിന്റേതല്ല. ദാ തലയെടുപ്പോട് കൂടി വരുന്ന ഒരു ട്രെയിൻ കണ്ടോ? ആ വരുന്നത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് തന്നെയാണ്. മാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റണ്ണ് 12/8/2026 അതായത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ആ വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അത് നമ്മൾ ഏത് വിധേനയും ചെയ്തു കാണും. അതിനൊരു എക്സാമ്പിൾ ആണ് ദാ ഈ കാടും മേടും മലയും ഒക്കെ കടന്നു വരുന്ന നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് സുബ്രഹ്മണ്യ ടു സക്ലേഷ്പൂർ ഗാർഡ് സെക്ഷനിലെ ട്രയൽ റണ്ണാണ്. ഈ മാംഗ്ലൂരിന്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ സ്ഥലങ്ങളും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഈ ട്രയൽ റണ്ണ് നടത്തുന്ന വന്ദേ ഭാരതും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിലാണ് വരുന്നത്. ഈ സുബ്രഹ്മണ്യ ടു സക്ലേഷ്പൂർ റോഡ് ആയാലും ട്രാക്ക് ആയാലും ഒക്കെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ അകത്തൂടെയാണ് കടന്നു പോകുന്നത്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, കാടും മേടും കുന്നും മലയും ചെരുവും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റീപ്പും സ്ലോപ്പും ആയിട്ടുള്ള ഏരിയാസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സുബ്രഹ്മണ്യ ടു സക്ലേഷ്പൂരിലുള്ള ആ ഒരു റെയിൽവേ ട്രാക്ക് ആയാലും റോഡ് ആയാലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഫോർ സേഫ്റ്റി മെഷേഴ്സ് ഇറ്റ് ഹാസ് ഓട്ടോമാറ്റഡ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, അതും സ്റ്റീപ്പ് ഗ്രേഡിയൻസിന് വേണ്ടിയിട്ട്. അതായത് സക്ലേഷ്പൂർ ടു സുബ്രഹ്മണ്യ പോകുന്ന എല്ലാ ട്രെയിൻസും 30 km/h ആണ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. സക്ലേഷ്പൂർ നിന്ന് സുബ്രഹ്മണ്യയിലോട്ട് പോകുന്ന ഭാഗം വളരെ കുത്തനെയുള്ള ഇറക്കം ആയതുകൊണ്ട് തന്നെ ബ്രേക്കിന്റെ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ട്രെയിൻ പലപ്പോഴും ഇറങ്ങാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന ട്രെയിനിന്റെ സ്പീഡ് ലിമിറ്റ് 30 km/h കൂടുതലായി കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റഡ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുകയും ട്രെയിനിനെ പെട്ടെന്ന് തന്നെ നിർത്താനായിട്ട് അത് സഹായിക്കും. ഇവിടെ ഓടുന്ന ഡീസൽ ട്രെയിനുകൾക്കുള്ളതും വന്ദേ ഭാരത് പോലുള്ള ഇവിടെ മാത്രം ഓടുന്ന AC ട്രെയിനുകൾക്കുള്ളതും എന്നാൽ സാധാരണഗതിയിൽ ഓടുന്ന മറ്റു ട്രെയിനുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള സവിശേഷതയും ഇത് തന്നെയാണ്. പിന്നെ സുബ്രഹ്മണ്യയിൽ നിന്ന് സക്ലേഷ്പൂരിലോട്ട് വരുന്ന സാധാരണ ട്രെയിൻസ് പ്രവർത്തിച്ചു വരുന്നത് ലീഡിംഗ് എഞ്ചിൻസിന്റെ മാത്രമല്ല ബാങ്കിങ് എഞ്ചിൻസിന്റെയും കൂടെ സഹായത്തോടു കൂടിയാണ്. അതായത് ഈ ലോഡ് വലിച്ചു കയറ്റാനായിട്ടുള്ള എഞ്ചിനാണ് മുന്നേ പോകുന്നതെങ്കിൽ ലോഡ് തള്ളിക്കയറ്റുന്ന ഒരു എഞ്ചിൻ ബാക്കിലും ഉണ്ടായിരിക്കും ആ ട്രെയിനിന്റെ. അപ്പൊ ഇതിന്റെയൊക്കെ അഭാവം നികത്താൻ വേണ്ടിയിട്ടാണ് വന്ദേ ഭാരതിൽ ഓട്ടോമാറ്റഡ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രം സുബ്രഹ്മണ്യ ടു സക്ലേഷ്പൂർ നമ്മളെ ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഈ റെയിൽവേ ട്രാക്കിലൊക്കെ ആയിട്ട് ഇലക്ട്രിഫിക്കേഷന്റെ പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ട്രാക്കിലെ ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയത് 2025 ഡിസംബർ 28 പറയപ്പെടുന്നത്. അപ്പൊ ഈ ട്രാക്കിലെല്ലാം ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം AC മെക്കാനിസത്തിൽ ഓടുന്ന ട്രെയിനിന്റെ ട്രയൽ റണ്ണ് പല പ്രാവശ്യമായിട്ട് നടത്തിയതിനു ശേഷമാണ് ഇപ്പോ വന്ദേ ഭാരതിന്റെ ട്രയൽ റണ്ണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പൊ കാണുന്ന ഈ വിഷ്വൽ ഉണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന വീടിന്റെ തൊട്ട് പിന്നിലായിട്ടുള്ള പാടത്തിന്റെയും പിന്നിലൂടെ ഇന്നലെ ട്രയൽ റണ്ണ് നടത്തിയ വന്ദേ ഭാരതിന്റെ വിഷ്വൽസ് ആണ്. ശരിക്കും പറഞ്ഞാൽ സുബ്രഹ്മണ്യ ടു സക്ലേഷ്പൂർ ട്രാക്ക് ആൻഡ് ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സംബന്ധിച്ച് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ മാംഗ്ലൂർ വന്ദേ ഭാരത് ട്രയൽ റൺ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ.